അപ്പോൾ ഭഗവാന്റെ തിരുവെഴുന്നള്ളത്ത് മൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളത്താണ് ഇത് കാണുന്നത്. നഗരത്തിൻ്റെ കഥ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ഏരിയയിലാണ്. അപ്പോൾ പല പല സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്, പല ക്ഷേത്രങ്ങൾ, പല പല ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വേദിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തെക്കേ അറ്റത്ത് പൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു പ്രത്യേക തരം ഒരു ആചരണം ഒരുപക്ഷെ വളരെ നിമിത്തമായിട്ട് നമ്മളിവിടെ എത്തിപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. ഇത് പൊഴിയൂരിലെ പൊഴിക്കര മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ വർഷാവർഷം ഭഗവാന്റെ ഇവിടുത്തെ മാടൻ തമ്പുരാൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന കടലും കായലും കൂടെ സംഗമിക്കുന്ന ആ സംഗമ ഭൂമിയിൽ ഒരു പ്രത്യേക മൂലസ്ഥാനമുണ്ട്. അവിടുത്തെ വിശേഷാൽ പൂജയും ആ സമുദ്രത്തെ തന്നെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ജലമധ്യത്തിങ്കൽ ഉള്ള ആ ഭഗവാന്റെ പൂജ, അതുപോലെ ഘോഷയാത്ര, അതിൻ്റെയൊക്കെ വിശേഷങ്ങളിലേക്കാണ് എല്ലാവരെയും ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പൊഴിയൂരിലെ പൊഴിക്കര മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഈ ക്ഷേത്രത്തിലെ ചില ചടങ്ങുകളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നതിലും ഒക്കെ ഇവിടുത്തെ ആൾക്കാർ കാണിച്ച ഒരു സൗമനസ്യം നമ്മളിപ്പോഴും ആലോചിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ നിലവിലുള്ള കാര്യങ്ങൾ, ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഇവിടുത്തെ പ്രധാന ആചാര്യനും തന്ത്രിയുമായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ബ്രഹ്മശ്രീ വേളിക്കാട് ശ്രീകാന്ത് അവർകളെ നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ നമുക്കെല്ലാവർക്കും തിരിയാം. അപ്പോൾ തിരുമേനി നമസ്കാരം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആചരണ രീതികളെ, ഇവിടുത്തെ ചിട്ടകളെ ഒക്കെ എങ്ങനെയാണ്, ഈ പൊഴിക്കരയിലെ കാര്യങ്ങൾ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇവിടെ മാടൻ തമ്പുരാൻ, അതായത് പൊഴിക്കരയുടെ കാവൽ ദൈവമായിട്ട്, ഈ നാടിൻ്റെ കാവൽ ദൈവം എന്ന സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആദിദ്രാവിഡമായ രീതിയിലുള്ള പ്രതിഷ്ഠാ രീതിയാണ് ഇവിടെ അനുവർത്തിച്ച് വരുന്നത്. പ്രത്യേകിച്ചൊരു ബിംബപ്രതിഷ്ഠയോ ഒരു സർവപ്രതിഷ്ഠയോ അല്ല. പ്രാചീനമായ പീഠവും കണ്ണാടിയും വാളും വെച്ചിട്ടുള്ള ആചാരമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ മൂലസ്ഥാനം എന്ന് പറയുന്നത് പൊഴിക്കരയിലുള്ള ഒരു പാറയിലാണ് ഇതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം എല്ലാ വർഷവും മകരമാസത്തിലെ രേവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നക്ഷത്രം. അപ്പോൾ ഈ രേവതിക്ക് ഉത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മൂലസ്ഥാനത്ത് നിന്ന് ഭഗവാന്റെ അനുവാദം ചോദിച്ച് വരുന്നൊരു ചടങ്ങുണ്ട്. അതിനായിട്ട് ഇവിടെ നിന്നുള്ള ഭഗവാന്റെ വാളും പ്രതിരൂപവും എഴുന്നള്ളിച്ച് നമ്മൾ ആചാരപൂർവ്വം എഴുന്നള്ളിച്ച് പൊഴിക്കരയിൽ എത്തിക്കുകയും അവിടെ പ്രത്യേക പൂജകൾക്ക് ശേഷം ഭഗവാന്റെ അനുവാദം എന്ന നിലയ്ക്ക് ആ പൂജാപ്രസാദം ക്ഷേത്രത്തിൻ്റെ അധികാരിക്ക് കൈമാറുന്നതോടുകൂടി ആണ് ഉത്സവം ആരംഭിക്കുന്നത്. അതെ, അങ്ങനെ ഉത്സവം ആരംഭിക്കുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഭക്തജനങ്ങൾ ഭഗവാനെ തട്ടവും വിളക്കും നിറപറയും ഒക്കെ വെച്ച് എഴുതിയേറ്റ് കൊണ്ടിവിടെ സ്വീകരിച്ചാണ്. തികച്ചും ഗ്രാമ്യമായ തികച്ചും ഗ്രാമീണമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ആചാരമായിട്ടുള്ള മറ്റു നമ്മുടെ സമ്പ്രദായ രീതികളിൽ വ്യത്യാസമായി പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളുമായിട്ട് കോർത്തിണക്കി കൊണ്ടുവന്ന് ഇവിടുത്തെ ഉത്സവ അതെ ഒരു പ്രത്യേക വിശേഷ ഉള്ള ഒരു സമ്പ്രദായത്തിലാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ പറയുന്ന പോലുള്ള പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഒരു ദേവൻ എന്ന നിലയ്ക്ക്. അപ്പോൾ എന്താണ് മാടത്തെ അൻപുന്നവനാണല്ലോ മാടൻ. തൊട്ടടുത്താണ് പൊഴിയൂർ മഹാദേവ ക്ഷേത്രം. ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും തെക്കറ്റത്തുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. മഹാശിവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാവൽ സങ്കല്പം എന്ന നിലയ്ക്കാണ്, ഈ ദേശത്തിൻ്റെ ഒരു കാവൽ ദേവൻ എന്ന നിലയ്ക്ക് തന്നെയാണ് പൊഴിയൂർ മാടൻ തമ്പുരാനെ കരുതി പോരുന്നത്. പൊഴിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അവിടുത്തെ ദീപാരാധന കഴിഞ്ഞിട്ട് ഇവിടെ ദീപാരാധന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ തന്ത്രി അവരെ ഇതിൻ്റെ മേൽശാന്തി എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആചാരങ്ങൾ നല്ല രീതിക്ക് നടക്കുന്നു. നല്ല ശക്തിയുള്ള ഒരു ദൈവമാണ് പൊഴിക്കര മാടൻ തമ്പുരാൻ.
ഭഗവാന്റെ തിരുവെഴുന്നള്ളത്ത് മൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളത്താണ് ഇത് കാണുന്നത്. അവിടെ ചെന്ന് മൂലസ്ഥാനത്ത് നിന്ന് പൂജ ഏറ്റതിന് ശേഷം ഭഗവാന്റെ തിരിച്ചെഴുന്നള്ളത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേവനെ പ്രത്യേകമായി അലങ്കരിച്ച വള്ളത്തിലൂടെ ഇവിടെ മൂലസ്ഥാനത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇത് പുരാതന കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഒരു വാണിജ്യപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. പഴയ ബോട്ട് ഒന്നും നമ്മളിപ്പോൾ ഈ മെഷീൻ ഘടിപ്പിച്ച മോട്ടോർ ബോട്ടുകളൊക്കെ വരുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് തൊണ്ട് അഴുക്കാനും അതുപോലെ കയറ് മുതലായ കാര്യങ്ങളെ വാണിജ്യം ഇതുവഴി നടന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വള്ളത്തിൻ്റെ ജട്ടിയാണ് ഈ ഭാഗം. അപ്പോൾ നിലവിലത് കാട് പിടിച്ച് വളരെ ശോഷ്യാവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇന്നും ഇവിടെ പ്രാചീനമായിട്ടുള്ള പ്രാചീനമായ ഗോത്ര സംസ്കൃതി ഉൾക്കൊള്ളുന്ന ഗ്രാമീണതയുടെ തനി നേർപ്രകർച്ചകളായി ഇത്തരത്തിലുള്ള ചെറിയ ആചരണങ്ങൾ, ചെറിയ തുരുത്തുകൾ പോലെ നമ്മളുടെ ഇടയിൽ ഇനിയും അവശേഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഭഗവാന്റെ മൂലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ പ്രക്രിയകളിലാണ്. അത് ആ പാറമുകളിലാണ് മൂലസ്ഥാനം വരിക. ഇവിടുത്തെ പ്രത്യേക തരം പൂജയുണ്ട്. പഴയ കാലഘട്ടത്തിൽ ആചരിച്ചു വന്നിരുന്നതായ ഒരു പൂജ, അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത്. അപ്പോൾ ഈ പൊഴിക്കരയിലെ പൂജയുടെ പര്യവസാനമായിട്ട് നമുക്ക് ഭഗവാനെ ഭഗവാൻ ആ കാണുന്ന പള്ളി വഞ്ചിയിൽ എഴുന്നള്ളുകയാണ്, തിരിച്ചെഴുന്നള്ളുകയാണ്. അപ്പം മൂലസ്ഥാനത്തുള്ള ഈ പൂജ വളരെ ഗോത്രാചാരം അല്ലെങ്കിൽ ദ്രാവിഡമായ ആചാര രീതികളുടെ തലമുറ അല്ലെങ്കിൽ ഭാഗം എന്നുള്ള രീതിയിലാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള ഗ്രാമീണമായ തനതായ ആചരണ രീതികളാണ് നമ്മളാക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഏവർക്കും ഭഗവാൻ നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നഗരത്തിൻ്റെ കഥയുമായി ഇനിയും ഞങ്ങൾ വരുന്നു, കാത്തിരിക്കാം.